കംബോഡിയ മുന്തിരിയാണ്. കംബോഡിയ മുന്തിരി എന്ന് വെച്ചാൽ 5 കിലോ. അപ്പോൾ കേരളത്തിൽ ഉടനീളം നമുക്ക് ബ്രാഞ്ചുകളുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ. അപ്പോൾ നമ്മൾ ഇന്റർസി മംഗള കൗന്തൈ നമുക്കിപ്പം 101 സബ്ബുകൾ നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ കൊടുക്കുന്നുണ്ട്. 20 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് സബ്ബുകൾ കൊടുക്കുന്നത്. അപ്പോൾ ഈ കാണുന്ന സീറ്റ് ഓറഞ്ച് ആണ്. അപ്പൊ നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യുവ കർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാമിന്റെ മറ്റൊരു പുതിയ വീഡിയോ ആണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിൽ മഞ്ചേരിക്കടുത്തുള്ള അരീക്കോ റോഡിലുള്ള കളത്തുംപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത്. കുറച്ച് വെറൈറ്റി ഫ്രൂട്ട്സ് പ്ലാന്റുകൾ പരിചയപ്പെടുത്തുന്ന ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണാൻ ശ്രമിക്കുക. വീഡിയോ കാണുന്നതിന് മുന്നേ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ കൂടി അമർത്തി കഴിഞ്ഞാൽ ഇതുപോലത്തെ പുതിയ അപ്ഡേഷനൊക്കെ നിങ്ങളെ മുന്നിലെത്തുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഫാം ഓപ്പൺ ചെയ്തിട്ടുള്ള അനസ് ബോസിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. നമുക്ക് ഫാമിനെ കുറിച്ചൊന്ന് ചോദിക്കാം. അല്ല, അപ്പൊ നമ്മൾ കേരളം മൊത്തം ഏറ്റെടുത്തോ നഴ്സറിയുമായിട്ട്? തീർച്ചയായിട്ടും യുവ കർഷക ഹോൾസെയിൽ അഗ്രികൾച്ചർ ഫാം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ കേരളത്തിൽ ഒരുപാട് ബ്രാഞ്ചുകളും ഒരുപാട് സബ്ബുകളും ആയിട്ടാണ് വന്നിട്ടുണ്ട്. വിശദമായിട്ട് ഞാനൊന്ന് പറയാം. അപ്പോൾ കേരളത്തിൽ ഉടനീളം നമുക്ക് ബ്രാഞ്ചുകളുണ്ട്. കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട് വരെ നമുക്കിപ്പം നിലവിലുണ്ട്. ഇനി കണ്ണൂർ, കാസർഗോഡ് ആവാണ്ട് അധികം വൈകാതെ തന്നെ നമുക്കാവും. അതുപോലെ തന്നെ നമുക്കിപ്പം 101 സബ്ബുകൾ നമ്മൾ കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ കൊടുക്കുന്നുണ്ട്. 20 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് സബ്ബുകൾ കൊടുക്കുന്നത്. നമുക്കിപ്പം കടയ്ക്കൽ സബ്ബ് എത്രയും പെട്ടെന്ന് നമുക്ക് ഓപ്പൺ ആവും. ചുരുങ്ങിയത് ഒരാഴ്ചയ്ക്കുള്ളിൽ നമുക്ക് കടയ്ക്കൽ, അതായത് കൊല്ലം കടയ്ക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് സബ്ബ് ഓപ്പൺ ആവും. നല്ല അതിവിശാലമായ രീതിയിൽ, വളരെ വലിയ രീതിയിൽ വൈഡായിട്ടുള്ളൊരു സബ്ബാണ് നമുക്ക് അവിടെ വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് കസ്റ്റമർ കെയർ നമ്പറുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ ഡീറ്റെയിൽ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ ഞാൻ പറഞ്ഞുതരാം. 95 44 500 500. ഈ സ്ക്രീനിൽ ഫുൾ ടൈം അതിൽ എഴുതി കാണിച്ചിട്ടുണ്ടാവും. കൃത്യമായിട്ടും എല്ലാ നമ്പറും ഡീറ്റെയിൽ അതിൽ എഴുതിയിട്ടുണ്ടാവും. 95 44 500 500. ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയത്തും നമ്മളെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് റെഡ് ബനാന മാവ്, നല്ല ഗ്രോത്തുള്ള ഹെൽത്തി പ്ലാന്റ് റെഡ് ബനാന മാവുകൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. നല്ല രീതിയിലുള്ള ഹെൽത്തി പ്ലാന്റുകളാണ് നമുക്ക് നിലവിലുള്ളത്. അതുപോലെ തന്നെ അടുത്ത് വരുന്നത് നമുക്ക് നാംഡോക് മായാണ്. നാംഡോക് മായിയുടെ ഒക്കെ പ്ലാന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഇത്രയും ഗ്രോത്തുള്ള പ്ലാന്റൊക്കെ ആണ് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക്. അതുപോലെ തന്നെ ഇതാ സ്വീറ്റ് മാംഗോ എന്ന് പറയുന്ന ഐറ്റം, സ്വീറ്റ് മാംഗോയും ഇതുപോലെ നല്ല ഗ്രോത്തുള്ള തൈകൾ ഒരുപാടുണ്ട്. ബ്രൂണൈ കിങ്, അമേരിക്ക റെഡ് ഓൾമർ, കസ്തൂരി മാവുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരുപാട് മിയാസാക്കി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നല്ല ഗ്രോത്തുള്ള ഒരുപാട് കളക്ഷൻസ് നമുക്ക് ഇവിടെ നിലവിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ഒരുപാട് വലിയ പ്ലാന്റുകളുണ്ട്. അപ്പോൾ ഈ കാണുന്ന കംബോഡിയ മുന്തിരിയാണ്. കംബോഡിയ മുന്തിരി എന്ന് വെച്ചാൽ 5 കിലോ മുന്തിരിക്കായ ഒരു കൊലയിൽ വരുന്ന ഐറ്റമാണ് കംബോഡിയ മുന്തിരി. കംബോഡിയ മുന്തിരി നല്ല നിറയെ കായ്ക്കുകയും ചെയ്യും. നല്ല ഗ്രോത്തുള്ള തൈയാണ്. അതുപോലെ തന്നെ നമുക്ക് ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. കംബോഡിയ മുന്തിരിയെ പറ്റി കൂടുതലായിട്ട് പറയേണ്ടി വരില്ല. കാരണം വെച്ചാൽ ഒരുപാട് പേർക്ക് അറിയുന്ന ഒരു ഐറ്റമാണ് കംബോഡിയ മുന്തിരി എന്ന് പറയുന്നത്. 5 കിലോയോളം വെയിറ്റ് വരുന്ന, ഇത്ര വലുപ്പത്തിന് നല്ല നിറയെ കായ്ച്ച് തൂങ്ങിക്കിടക്കുന്ന ഒരുപാട് നമ്മൾ വീഡിയോസിലും മറ്റു കാര്യങ്ങളിലും കണ്ടതാണ്. ഇവിടെ എറണാകുളം ഭാഗത്തൊക്കെ ഒരുപാട് കായ്ച്ചതായിട്ട് റിവ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഐറ്റം കംബോഡിയ മുന്തിരി ഇപ്പം നമ്മളിൽ ഓൾറെഡി ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. നല്ലൊരു ക്വാണ്ടിറ്റി നമുക്ക് സ്റ്റോക്ക് ഉണ്ട് നിലവിൽ. ഈ കാണുന്ന മാത്രമല്ല, ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് പുറത്ത് സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ആര് വന്നാലും നമുക്ക് ഉണ്ടാവുന്ന അനീസാണ്, ഇവിടുത്തെ മാനേജർ അനീസാണ്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന അനീസാണ്. അപ്പോൾ അനീസ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു തരും. അനീഷ് ഒന്ന് പറയൂ, ഇവിടുത്തെ ഒന്ന് എക്സ്പീരിയൻസ് ഒന്ന് പറയൂ. ഇവിടെ പിന്നെ എപ്പോൾ വന്നാലും തൈകൾ അവൈലബിൾ ആണ്. ഒന്ന് കിട്ടാതെ മടങ്ങേണ്ടി വരാറില്ല. സ്റ്റോക്ക് കഴിയുന്നതനുസരിച്ച് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കാറുണ്ട്. ഇവിടെ പലയിടത്തുനിന്ന് ആളുകൾ വന്ന് സാധനം കൊണ്ടുപോകാറുണ്ട്. ഒരുപാട് കോഴിക്കോട് പല ഭാഗത്തുനിന്നും വരാറുണ്ട്. അതിന് പ്രത്യേകത എന്താണ് ഒന്ന് പറയോ? ഏതാന്ന് വെച്ചാൽ ഒന്നാമത് വില കുറവാണ്, പിന്നെ നല്ല തൈകളും ഉണ്ട്, ഒരുപാട് സ്റ്റോക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ക്വാളിറ്റിന്റെ കാര്യത്തിലൊക്കെ ബെറ്റർ ആയിരിക്കും അല്ലെ? അതുകൊണ്ടായിരിക്കും ഇത്രയും ലോങ് എന്നൊക്കെ ആളുകൾ വന്ന് സാധനം വാങ്ങിക്കുന്നത്. ഒരുപാട് അധികം ദൂരമുള്ള ആളുകൾ വരാറുള്ളത്. അപ്പോൾ ഈ കാണുന്ന സീറ്റ് ഓറഞ്ച് ആണ്. സീറ്റ് ഓറഞ്ച് നല്ല രീതിയിൽ കായ്ക്കുന്ന നല്ല ഗ്രോത്തുള്ള ഐറ്റം സീറ്റ് ഓറഞ്ച് ആണ് നമ്മുടെ കയ്യിലുള്ളത്. എന്താ ഓറഞ്ച് ഈ രീതിയിലാണ് വരിക. ഈ കാണുന്ന രീതിയിൽ കായ് പിടിക്കുന്ന ഐറ്റമാണ്. നല്ല രീതിയിൽ നല്ല ഗ്രോത്തുള്ള പ്ലാന്റുകളാണ് നമ്മളതിലിപ്പം നിലവിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതുപോലെ തന്നെ ചെറുനാരങ്ങ, ഒരുപാട് പേര് ഇപ്പോൾ ചെറുനാരങ്ങ കൃഷിയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. നല്ല രീതിയിൽ ഗ്രോത്തിൽ കാർഷിക വിളയായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റം നാരങ്ങയാണ് നമ്മുടെ കയ്യിൽ നിലവിലുള്ളത്. ആന്ധ്ര നാരങ്ങയുണ്ട്. അതുപോലെ തന്നെ കൽക്കത്ത പാത്തി ലെമൺ എന്ന് പറയുന്ന ഒരു ഐറ്റം ഉണ്ട്. തമിഴ്നാടിൻ്റെ ഒരു ഐറ്റം വെറൈറ്റി വേറെ ഉണ്ട്.
ഏറ്റവും കൂടുതൽ ഇപ്പം മൂവിങ് ഉള്ളത് ഇത് കൽക്കത്ത പാത്തി ലെമനാണ്. നമ്മളെ കാലാവസ്ഥയിൽ കായ്ക്കുമല്ലോ അതെ, കൽക്കത്ത പാത്തി ലെമൺ നിംബു എന്ന് പറയുന്ന ഐറ്റമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ക്വാളിറ്റി, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ഐറ്റം. അപ്പം നമ്മളിൽ ഇന്റർസി മംഗള കവുങ്ങുംതൈ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. കുള്ളം കവുങ്ങുംതൈ കണ്ടമാനം നമ്മളിൽ ഇപ്പോൾ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. ഇനിയിപ്പം വരാനുണ്ട്. നല്ല ഗ്രോത്തുള്ള തൈകളാണ് ഇന്റർസി മംഗള. നല്ല ഹെൽത്തി പ്ലാന്റുകൾ അവൈലബിൾ ആണ് നമ്മളിൽ, നല്ല ഗ്രോത്തുള്ള പ്ലാന്റുകൾ. അതുപോലെ തന്നെ ഗംഗാവോണ്ടം തെങ്ങും തൈ അത് നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ഗംഗാവോണ്ടം തെങ്ങും തൈ, നല്ല ഗ്രോത്തുള്ള ഗംഗാവോണ്ടം തെങ്ങും തൈ അവൈലബിൾ ആണ്. നല്ല ഹെൽത്തി പ്ലാന്റുകൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട്. കാണാൻ തന്നെ തൈകൾ കാണാൻ തന്നെ ഒരു ചുരുക്കം ഉണ്ടല്ലേ നിങ്ങൾ, എന്നാ ചുരുക്കം നോക്കി. നല്ല ക്വാളിറ്റിയുള്ള ഹെൽത്തി പ്ലാന്റുകളാണ് നമ്മളെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് മുന്തിരിയാണ്, ബാംഗ്ലൂർ മുന്തിരി. ചെറിയ രീതിയിൽ തന്നെ കായ്ക്കുന്ന, അതായത് വള്ളിയായിട്ട് ഉപയോഗിക്കുന്നതാണ്. നല്ല ഗ്രോത്തുള്ള ഹെൽത്തി പ്ലാന്റ് ആണ്. ഒരുപാട് ഈ കാണുന്നതൊക്കെ ബാംഗ്ലൂർ മുന്തിരിയാണ്. ഒരുപാട് ക്വാണ്ടിറ്റി നമ്മളിൽ സ്റ്റോക്ക് ഉണ്ട്. നിലവിൽ നല്ലൊരു ക്വാണ്ടിറ്റി നമ്മളിൽ സ്റ്റോക്കാണ്. വെറും 60 രൂപയ്ക്കാണ് ഈ തൈകൾ നമ്മൾ കൊടുക്കുന്നത്.